ഇന്ന് ഞാനൊരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. ഇന്ന് തെരണ്ടി മീനാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നാളുകൂടിയാണ് ഈ മീൻ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. നല്ല പച്ച മീനായിരുന്നു. 600 ഗ്രാം മീനാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ചാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്തു, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും ചേർത്ത് തേങ്ങ നന്നായി മൂപ്പിച്ചെടുക്കുക. അങ്ങനെ തേങ്ങയൊക്കെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരപ്പിനുള്ള തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഉലുവയും കടുവും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ഒഴിച്ചെടുത്ത് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ചേർക്കാനുള്ള പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തു. എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി അടച്ച് വെച്ച് നന്നായിട്ട് വറ്റുന്നിടം വരെ വേവിക്കുക. അങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞ് മീനിൻ്റെ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ എൻ്റെ അടിപൊളി തെരണ്ടിക്കറി റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ. ഓക്കെ, ബൈ.